ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ട്രാപ്പ് ഹൗസ് എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ്. ഡേവ് ബാറ്റിസ്റ്റ എന്ന് പറയുമ്പോൾ അവിടെ WWE പുള്ളിക്കാരൻ സിനിമയിൽ വന്നിട്ട് എത്രയോ അടിപൊളി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര കഷ്ടകാലമാണ്. കാരണം പുള്ളി ഈ പടത്തിൽ അഭിനയിച്ചു പോയി. അതാണ് ഏറ്റവും വലിയ കഷ്ടകാലം. ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ ഈ പടം ഒരു ഫൺ ആക്ഷൻ ത്രില്ലർ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇറക്കിയതെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് വാസ് എ ആവറേജ് സിനിമ, ഒരു ആവറേജ് പടം. എനിക്ക് അത്രേ ഫീൽ ചെയ്തുള്ളൂ ഈ പടത്തിനെ കുറിച്ച്. ആൻഡ് ഇത് വളരെ എൻജോയ് ചെയ്ത് കാണാമെന്നൊക്കെ വിചാരിച്ചാണ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് തോന്നി. ഒരു ത്രില്ലർ, ആക്ഷൻ, ഫൺ, ഒരു ഗ്രൗണ്ടഡ് സിനിമ, അതൊക്കെ തന്നെയായിരുന്നു ഈ പടം. പക്ഷേ അത്രയും എത്തിയില്ല. ഡേവ് ബാറ്റിസ്റ്റ പുള്ളിക്ക് പറ്റാവുന്നെല്ലാം പുള്ളി പടത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ ഇറ്റ് ഫെൽറ്റ് ഷോർട്ട്. കാരണം അവതാർ എന്ന് പറഞ്ഞ പടത്തിലെ ജാക്ക് ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. ജാക്ക് ചാമ്പ്യൻ എന്ന് തോന്നുന്നു പേരുടെ പേര്. പുള്ളിക്കാരൻ ആണ് ഈ പടത്തിലുള്ളത് ഡേവ് ബാറ്റിസ്റ്റിന്റെ മോനായിട്ട്. പുള്ളിക്കാരൻ കാരണം ഈ പടത്തിന് എന്തോരം പ്രശ്നങ്ങളാവുന്നു. ലൈക്ക് ആ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. ആ ക്യാരക്ടർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, ലൈക്ക് ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മര്യാദ പിള്ളേരെ തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. ഇതിനൊക്കെ പിടിച്ചിട്ട് നല്ല ചന്തിക്ക് പടക്കണ പോലെ പടച്ചാലുണ്ടല്ല, ഇവൻ മര്യാദക്ക് ജീവിച്ചാനേ. കാരണം ഒരു കുരുത്തം കെട്ട സാധനം 18 വയസ്സ് തികയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് വധൂരി. എന്തിന്റെ വിഷമമാണാവോന്ന് എനിക്കറിയില്ല. ഒരു കാര്യമില്ല, വെറുതെ എന്തൊക്കെയോ കിടന്ന് കാണിക്കണത്, വെറുതെ എന്താ വലിയ ആളാന്ന വിചാരം. ബേസിക്കലി അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇതിൽ ബേസിക്കലി ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. ലോജിക്കിനൊരു വകയേ ഇല്ല. കാരണം ഒരിക്കലും സംഭവിക്കാൻ പോകില്ല. കാരണം ഈ ഡേവ് ബാറ്റിസ്റ്റ് പറഞ്ഞ എന്ന പുള്ളിക്കാരൻ ഒരു പോലീസുകാരനാണ്, ഒരു DE ഏജന്റ്. ചില ഈ കാർട്ടലിനെയൊക്കെ വെടിവെച്ചൊക്കെ വീഴ്ത്തുന്ന ആള്. അതിനെയൊക്കെ ഒരു ടീമുണ്ട് പുള്ളിക്ക്. അത് കാരണം പുള്ളിയുടെ ഒരു ടീമിലെ ഒരാൾ മരിക്കുന്നു, ഒരു ഡ്രഗ് കാർട്ടലിൻ്റെ ഇടയിൽ വെച്ച് മരിക്കുന്നു. അത് ഒരു വലിയൊരു സാഡായിട്ട് കാണിക്കുന്ന സംഭവമാണ്. പക്ഷേ അതിനു വേണ്ടി അയാളുടെ മക്കൾ വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ടീമിലെ മെമ്പേഴ്സിൻ്റെയൊക്കെ മക്കൾ വെച്ചാൽ ഈ ഡേവ് ബാറ്റിസ്റ്റിന്റെ മോനും ഇവരുടെ മക്കളും എല്ലാവരും കൂടി ചേർന്ന് കാർട്ടലിനെതിരെ പണിയാൻ പോകണം. ഡ്രഗ് കാർട്ടലിനെതിരെ പണിയാൻ പോകണം ഈ പിള്ളേര്. അതിനെക്കാട്ട് വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി പണിയുന്നു. അവന്മാർക്കിട്ട് നല്ല പണിയുന്നു. എന്നിട്ട് ഡ്രഗ് കാർട്ടലന്മാര് മൊണ്ണകള്, ഒരു കുന്തോറിയാത്തവന്മാര് പിള്ളേരിട്ട് പണിതിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങോട്ട് പോണേണ്. പിള്ളേരെ കാശടിച്ച് മാറ്റണേണ്. എന്നിട്ട് ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാറ്റിസ്റ്റൊക്കെ കണ്ടുപിടിക്കാനില്ല, പിള്ളേർക്കല്ല, മറ്റേ കാട്ടിലാർക്ക് കണ്ടുപിടിക്കാനില്ല. എല്ലാ മണ്ണുകള് ചെയ്യുന്നവരും മണ്ണുകള്, പണി കിട്ടണമാരും മണ്ണുകൾ. ഒരു ബന്ധവും ഇല്ലാത്തൊരു ലോജിക്കും ഇല്ലാത്തൊരു കഥ. ബട്ട് ആക്ഷൻ വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ ചെയ്യാൻ നോക്കി. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ട്, ഭയങ്കര ബ്ലാൻഡ് ആയിട്ടുള്ളൊരു സാധനം. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു ആവറേജ് ഫൺ ആക്ഷൻ ത്രില്ലറാണ്. ഫണ്ണൊക്കെ ഇടക്ക് ഫണ്ണായിട്ടൊന്നും തോന്നിയില്ല. ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ്. ആമസോണിലുണ്ട്. അത് ആമസോൺ തുറന്നപ്പോൾ തന്നെ ഇതാണ് കണ്ടത്. അപ്പോൾ ബാറ്റിസ്റ്റയുടെ പടമെന്ന് വെച്ച് കണ്ടതാണ്. ഉണ്ടായിരുന്നു. എന്തായാലും കണ്ട് ആൻഡ് ഇതിലങ്ങനെ സേവിങ് ഗ്രേസ് ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഒരു രീതിയിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഭയങ്കര പ്ലെയിൻ, ഒരു ചോറ് മാത്രം കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഒരു കറി പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു അച്ചാർ പോലും തൊട്ടുകൂട്ടാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരേ ഒരു ട്വിസ്റ്റ് ഉള്ളൂ, അത് കൊള്ളാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊരു ട്വിസ്റ്റ് വരുമെന്ന്. അത് എന്നെ ഡെഫിനറ്റ്ലി സർപ്രൈസ് ചെയ്തു. അത് ഒരിക്കലും ഇങ്ങനത്തെ പടങ്ങളിൽ കാണാത്തതാണ്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കൊരു ഡെഫിനറ്റ്ലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നി. ബട്ട് ആസ് യൂഷ്വലി ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു പടം. ഡസൻ മേക്ക് എനി സെൻസ്. ഇതിൻ്റെ സീക്വൽ വരുമോ വരില്ലെന്നറിയാം. വരാതിരിക്കണേ നല്ലത്. കാരണം ഇറ്റ്സ് വെരി ബോറിങ് അറ്റ് ടൈംസ്, ബട്ട് വെരി പാസിബിൾ ഫിലിം. സോ ഈ റിവ്യൂ പോലെ ആകാതിരുന്നാൽ മതി. പാസിബിൾ, ഇറ്റ്സ് എ വെരി പാസിബിൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ. ഹോപ്പ് യു ലൈക്ക് ദ ഫിലിം. നിങ്ങൾ കാണാൻ പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് യു ലൈക്ക് ദ ഫിലിം. ബൈ.